കോട്ടയത്ത് പോലീസുകാരനെ മർദ്ദിച്ചു കൊന്ന കേസിലെ പ്രതി ജിബിൻ ജോർജിനെ സംഭവ സ്ഥലത്തേക്ക്, അതായത് സംഭവം നടന്ന തട്ടുകടയിലേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുവരികയാണ്. കോട്ടയം SP ഷാഹുൽ ഹമീദ് അടക്കമുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് അവിടെ തെളിവെടുപ്പ് നടത്തുന്നത്. നേരത്തെ തന്നെ SP നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തെളിവെടുപ്പിനായി അവിടെ സ്ഥലത്തെത്തിയിരുന്നു. ഇന്നലെ അർദ്ധരാത്രി ഉണ്ടായ തർക്കത്തിനൊടുവിലാണ് അവിടെ സംഭവം എന്താണ് എന്ന് അന്വേഷിക്കാനായി എത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ പ്രതിയായ ജിബിൻ ജോർജ് മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഈ മർദ്ദനത്തിൽ പോലീസുകാരൻ ശ്യാമപ്രസാദിൻ്റെ നെഞ്ചിനേറ്റ ഗുരുതരമായ മർദ്ദനമാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് നയിച്ചത് എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അല്പസമയം മുമ്പാണ് പുറത്തു വന്നത്. പ്രതി ജിബിൻ ജോർജ് ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണ്. അതിനാൽ തന്നെ കൂടുതൽ ഇയാളെ ചോദ്യം ചെയ്ത് വരേണ്ടതുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. പോലീസ് കസ്റ്റഡിയിലാണ് നിലവിൽ ജിബിൻ ജോർജ് ഉള്ളത്. ഇന്നലെ രാത്രിയോടെയായിരുന്നു നാടിനെ നടുക്കിയ ദാരുണമായ സംഭവം. രണ്ട് തട്ടുകടകൾ, ഒരേ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന രണ്ട് തട്ടുകടകളിൽ ഒരെണ്ണം മാത്രം മതി ഇവിടെ എന്ന് പറഞ്ഞ പ്രതിയായ ജിബിൻ ജോർജ് തട്ടുകട നടത്തി വന്നിരുന്ന സ്ത്രീയോട് തട്ടിക്കയറുകയും അവിടെ വലിയ രീതിയിലുള്ള ബഹളം ഉണ്ടാക്കുകയും ചെയ്തു. തുടർന്ന് ഈ സംഭവം അന്വേഷിക്കാനെത്തിയ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ശ്യാമപ്രസാദ് അടക്കമുള്ള പോലീസുകാരോടും ജിബിൻ ജോർജ് തട്ടിക്കയറുന്ന അവസ്ഥയും ശ്യാമപ്രസാദിനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ മർദ്ദനത്തിനെ തുടർന്ന് കുഴഞ്ഞു വീണ ശ്യാമപ്രസാദിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹം മരിക്കുകയായിരുന്നു. ക്രൂരമായ മർദ്ദനമാണ് ശ്യാമപ്രസാദിന് ഏറ്റിട്ടുള്ളത്. സനോജ് സുരേന്ദ്രൻ കോട്ടയത്ത് നിന്ന് ചേരുകയാണ്. സനോജ്, പ്രതിയുമായി പോലീസ് അവിടെ എത്തി തെളിവെടുപ്പ് നടത്തുന്നല്ലേ? പ്രതിയുമായി എത്തി പോലീസ് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതി ജിബിൻ ജോർജിൽ നിന്നും സംഭവത്തെക്കുറിച്ച് പോലീസ് ചോദിച്ച് മനസ്സിലാക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിയുന്നത്. രണ്ട് തട്ടുകടകൾക്കിടയിൽ വെച്ചായിരുന്നു ഇന്നലെ ഈ സംഭവം ഉണ്ടായത്. ശ്യാമപ്രസാദിനെ ഇവിടെ വെച്ചാണ് പ്രതി ജിബിൻ ജോർജ് ചവിട്ടി വീഴ്ത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിലത്തിട്ട് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ ഈ ശ്യാമപ്രസാദിന്റെ വാരിയലിന് ഒടിവ് സംഭവിച്ചു. ഒടിഞ്ഞ വാരിയലിന് ശ്വാസകോശത്തിൽ തുളച്ചു കയറി ആന്തരിക രക്തസ്രാവം ഉണ്ടായി മരണപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയുമായി ഇപ്പോൾ സംഭവ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം പോലീസ് മടങ്ങുന്നത്. ഏറ്റുമാനൂർ CI സ്റ്റേഷൻ ഓഫീസർ അൻസലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവിടെ എത്തി പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. കോട്ടയം DYSPയും ഒപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷം പ്രതിയുമായി പോലീസ് വാഹനത്തിലേക്ക് കടക്കുകയായിരുന്നു. സംഭവ സ്ഥലത്തെത്തിച്ച പ്രതി പോലീസിനോട് സഹകരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. കാര്യങ്ങൾ വിശദമാക്കി സംഭവ സ്ഥലത്ത് വെച്ച് മർദ്ദനമുണ്ടായതിനു ശേഷം താൻ മുന്നോട്ട് നടന്ന് MC റോഡിലൂടെ മുന്നോട്ട് നടന്നു പോവുകയായിരുന്നു. നടന്നു പോകുന്നതിനിടയിലാണ് തന്നെ പോലീസ് പിടികൂടിയത് എന്നും പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇന്നലെ ഉണ്ടായ സംഭവ വികാസങ്ങൾ ഓരോന്നായി പ്രതി ജിബിൻ ജോർജ് പോലീസിനോട് പങ്കുവച്ചു. എന്തായാലും തെളിവെടുപ്പ് ഇപ്പോൾ പൂർത്തിയായതിനു ശേഷം പ്രതിയെ വാഹനത്തിലേക്ക് കയറ്റുകയാണ്. വിനിഷ. ശരി, സനോജ് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ശ്യാമപ്രസാദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ജിബിൻ ജോർജിന്റെ മർദ്ദനമേറ്റായിരുന്നു ശ്യാമപ്രസാദിന്റെ മരണം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സംഭവം നടന്ന പ്രതിയെ തട്ടുകടയിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തുകയായിരുന്നു. സനോജ് സുരേന്ദ്രനാണ് സംഭവ സ്ഥലത്തു നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.